നമസ്കാരം. പല ക്ലാഷുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ഒരു ക്ലാഷ് ജനനായകൻ വേഴ്സസ് പരാശക്തി ആയിരുന്നു. പക്ഷെ അത് നടന്നില്ല. ജനനായകൻ കോടതി കയറി എന്നുള്ളത് കൊണ്ട് തന്നെ അത് ക്ലാഷ് നടന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് വരാൻ ഇനി പോകുന്ന ഒരു ക്ലാഷ് എന്ന് പറയുന്നത് മാർച്ച് 19 3 ക്ലാഷാണ്. അവിടെ ഒരു മലയാള പടവും കൂടിയുണ്ട്. ഒന്ന് ദുരന്തറാണ്. ദുരന്തർ 2 മാർച്ച് 19 വരുമെന്ന് ആദ്യത്തെ ദർ ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ദർ തന്നെ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നു. പിന്നുള്ളൊരു പടം ടോക്സിക് ആണ്. ഗീതു മോഹൻദാസ്, യഷ് എന്നിവർ വരുന്ന ടോക്സിക് ആണ്. പിന്നെ ഒന്ന് ആട് 3 ആണ്. അത് ചിലപ്പോൾ നേഷൻ വൈഡ് ആയിട്ട് അത് വലിയ ചർച്ചയാവില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ആട് 3 കൂടെ ആ ക്ലാഷ് വരുമ്പോഴേക്കും അത് വേറെ കളറാണ്. അതാണ് മാർച്ച് 19 വരാൻ പോകുന്നത്. പറഞ്ഞു വരാൻ പോകുന്നത് മറ്റൊരു ക്ലാഷിനെ കുറിച്ചാണ്. ദൃശ്യം 3 ഏപ്രിൽ 2 റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പനോരമ സ്റ്റുഡിയോസാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. ആശീർവാദിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്നു. മോഹൻലാൽ, മീന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം. പ്രത്യേകിച്ച് ഇനി അതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ ദിവസം വേറൊരു സിനിമ കൂടെ റിലീസിനെത്തുകയാണ്. അത് മലയാള സിനിമയാണ്. സിനിമയുടെ പേര് വാഴ 2 എന്നാണ്. സവൻ എസ്സയാണ് സംവിധായകൻ. വിപിൻ ദാസ് പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായിട്ട് ആ ചിത്രത്തിലുണ്ട്. വാഴയിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഹാഷർ ആൻഡ് ഗ്യാങ് ആണ് ഈ ചിത്രം ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹാഷർ ആൻഡ് ഗ്യാങ്ങിൻ്റെ വാഴ 2 ഏപ്രിൽ 2 റിലീസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ തൊട്ട് ഇതാ വന്നടാ ലാലേട്ടനെ ക്ലാഷ് വെക്കാൻ ഹാഷർ എന്ന് പറഞ്ഞിട്ട് പല കമൻസും കണ്ടു. ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ ദ സെൻസ്, സാധാരണയായി ഒരു ലാലേട്ടൻ പടം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടം വരാൻ പോവുകയാണ്, ദൃശ്യം 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പടമാണ്. മലയാളി പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്ന സിനിമയാണ്. ഒരുപക്ഷെ നോ ഹേറ്റേഴ്സ് ഇല്ലാത്ത പടം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസാണ് ദൃശ്യം. ആ ദൃശ്യം വരുമ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലാഷിൽ ബുക്കായി തീരും എന്നൊക്കെ നിൽക്കുമ്പോഴാണ് ദേടാ വാഴ 2 വരുന്നത്. വാഴ വാസ് എ നൈസ് ഫിലിം. ഭയങ്കര രസമുള്ള, ഭയങ്കര ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന ഭയങ്കര രസകരമായ ഹ്യൂമർ എല്ലാം ഉണ്ട പടമാണ്. പക്ഷേ വാഴ 2ൻ്റെ കാസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതൊന്നുമല്ല, ഹാഷറാണ് ലീഡ് ചെയ്യുന്നത്. ഹാഷർ ആൻഡ് ഗ്യാങ് ആണ് ലീഡ് ചെയ്യുന്നത്. ഹാഷർ, വിനായക്, ആ ടീമുണ്ടല്ലോ, അലൻ, ഇവരെല്ലാവരും ഉള്ളൊരു ടീമാണത്. അപ്പോൾ വാഴ 2 വരുമ്പോഴേക്കും അതെങ്ങനെയാണ് ഏപ്രിൽ 2 എങ്ങനെയാണ് ക്ലാഷ് ഇങ്ങനെയുള്ള ധൈര്യം കിട്ടിയേ എന്നൊക്കെ ചോദിക്കുന്ന പലരുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇറ്റ് സീംസ് സോ ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ബി ഓണസ്റ്റ്. ഭയങ്കര ആ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. സാധാരണ എല്ലാ പടങ്ങളും മാറ്റിവെച്ച് ആ സമയത്തെ റിലീസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വാഴ 2 അതേ ദിവസം തന്നെ റിലീസ് ചെയ്യുമ്പോഴേക്കും എന്താണ് വാഴ 2-ന് മേലുള്ള എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ വാഴയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മാറി, പുതിയ ഡയറക്ടറാണ് വരുന്നത്. അപ്പോൾ വാഴയുടെ ഡയറക്ടറല്ല വാഴ 2ൻ്റെ ഡയറക്ടർ. മാത്രമല്ല ദൃശ്യത്തിൻ്റെ 3-ാം ഭാഗം, വാഴയുടെ 2-ാം ഭാഗം, അങ്ങനെ ഒരുപക്ഷെ ആ ഫ്രാഞ്ചൈസിൻ്റെ കണ്ടിന്യൂവേഷനിൽ നിൽക്കുന്ന 2 സിനിമകൾ തമ്മിലുള്ള ക്ലാഷാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് അവരുടെ കോൺഫിഡൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ കാണും, ഇപ്പോൾ പൊങ്കലിന് പോലും ജനനായകൻ വിന്നറാവോ പരാശക്തി വിന്നറാവോ എന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് നിന്നത് തലൈവർ തമ്പി തലൈമയിലാണ് ഇപ്പോൾ പൊങ്കൽ വിന്നറായിരിക്കുന്നത്. സിനിമ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ദാറ്റ് മേക്സ് ഇറ്റ് സോ മച്ച് ബ്യൂട്ടിഫുൾ ആസ് വെൽ. ജീവ പൊങ്കൽ വിന്നറാകുമെന്ന് ഈ പൊങ്കൽ തുടങ്ങുന്നതിന് മുമ്പ് ആരും ചിന്തിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഈ തലൈവർ തമ്പി 30 റിലീസ് ചെയ്യാനിരുന്നതാണ്. ജനനായകൻ റിലീസ് ആവാത്തതോടുകൂടി അത് പ്രീപോണ്ട് ചെയ്ത് 15 കൊണ്ടുവരികയാണ് ചെയ്തത്, വിച്ച് വാസ് എ വെരി നൈസ് ഡിസിഷൻ. അതുകൊണ്ട് പൊങ്കലിന് ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി വരുമ്പോഴാണ് നമ്മൾ വാഴ 2 വേഴ്സസ് ദൃശ്യം 3 എന്നൊരു ക്ലാഷും കൂടെ വയ്ക്കുന്നത്. ദൃശ്യമാവട്ടെ 360 കോടിയോളം രൂപ പനോരമ സ്റ്റുഡിയോസ് വാങ്ങിച്ചാണ്. പലരും അത് 160 crores എന്ന് പറയുന്നത് 160 അല്ല, 360 ആണ്. ഒഫീഷ്യലി കൺഫേംഡ് ബൈ പ്രൊഡ്യൂസർ എം രഞ്ജിത്ത്. അതുകൊണ്ടാണ് നമ്മൾ 360 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും 160 അല്ല. അപ്പോൾ അത്രയും വലിയ കോടി ബിസിനസ്സൊക്കെ നടത്തിയ സിനിമയായ ദൃശ്യം 3 അതിന് ആ സിനിമയ്ക്ക് ക്ലാഷ് വയ്ക്കാൻ പോവുകയാണ്. അതവട്ടെ ഹിന്ദി സിനിമ ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന സിനിമയാണ്. കാരണം അവരുടെ കഥ എന്താണ്, ഇതെങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കി അതനുസരിച്ച് അവരുടെ സിനിമ പ്ലാൻ ചെയ്ത് അങ്ങനെ രാജ്യമൊട്ടാകെ നോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. അതിനിടയിലാണ് വാഴ 2 വരുന്നത്. ആൻഡ് ഒരു ഫൺ ക്ലാഷ്. സാധാരണ നമ്മൾ ക്ലാഷുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ദുരന്തർ 2 വേഴ്സസ് ടോക്സിക്, ഇതാണ് ബിഗ് ഹെവി വെയ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതേ വാഴയിൽ ദൃശ്യത്തിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. വാഴയിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ലൈനായിട്ട് നിൽക്കുമ്പോൾ ഇതാ ഞാൻ കണ്ടടാ ദൃശ്യത്തിൻ്റെ ആ ക്ലൈമാക്സിൽ ലാലേട്ടൻ അവസാനം കുഴിച്ചു കൂടുന്നൊക്കെ പറഞ്ഞ ആ സീൻ തന്നെ ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആകുന്നുണ്ട്. അതേ പടത്തിൻ്റെ കൂടെ ക്ലാഷ് വയ്ക്കുകയാണ് വാഴയുടെ 2-ാം ഭാഗം. സോ അതെങ്ങനെ ആവും, ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളത് നോക്കി കാണാം. തിയേറ്റേഴ്സിൽ എന്തായിരിക്കും ഏപ്രിൽ 2 ഉണ്ടാകാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.